മഹാരാഷ്ട്രയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഒറ്റ ചെറുക്കൻ കാരണം അവന്റെ കുടുംബം മൊത്തം ഇല്ലാതായി. അവനും പോയി, അവൻ പോയ കൂടെ അവന്റെ തന്തേനെയും തള്ളേനെയും കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയാം. അതായത് സംഭവം ഇതാണ്: മഹാരാഷ്ട്രയിൽ ഒരു അപ്പനും അമ്മയും മകനും കൂടെ ഒരു ഒരു ടൂർ പോയതാണ്. ഒരു കുന്നിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന സമയത്ത്, ഒരു മൗണ്ടന്റെ മുകളിൽ നിന്ന സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ചെറുക്കൻ പോയി അതിന്റെ അറ്റത്ത് നിന്നിട്ട് മാതാപിതാക്കളെ വെല്ലുവിളിച്ചു. ഐഫോൺ വാങ്ങി തന്നില്ലെങ്കിൽ ഇപ്പൊ താഴെ ചാടുമെന്ന്. മാതാപിതാക്കള് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ പിന്നെ നടന്നത് हा व्हाईट शर्ट काळी पॅन्ट हा खाली कुदी मारतोय. पोलीसवाले पण आहे वर, ती मुलगी बी बसेल आहे, ती त्याला बोलतीये. त्यांचं काय मॅटर आहे आपल्याला काय माहित नाही, पण हा व्यक्ती खाली कुदी मारणार म्हणतो. धरला अरे बाप, दोघं पडले. अरे गेले, ते बी दोघं गेले. बाप, मेले असते ना आता ते, आहे ना? हा भाऊ, अरे बाप, काय करायला गेले, काय झालं बाप रे. हे बघा, അവിടെ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ചാടാൻ നിന്ന മകനെ രക്ഷിക്കാൻ വേണ്ടി അപ്പൻ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുകയായിരുന്നു. പാറക്കെട്ടിന്റെ അറ്റത്ത് നിന്ന് അവനെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അപ്പനെയും കൊണ്ട് അവൻ താഴേക്ക് പോയി. അവൻ മരിച്ചു. പിന്നെ മിച്ചം ഉണ്ടായിരുന്നത് ആ അമ്മയാണ്. അമ്മ എന്ത് ചെയ്തു? ഇവരില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല, അമ്മയെ എടുത്തിയാടി. അങ്ങനെ ആ 3 പേരും മരണമടഞ്ഞു. കേവലം ഒരു ഐഫോൺ വാങ്ങി തരാൻ പറഞ്ഞ ഒരു മകൻ പിടിവാശി നടത്തിയപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇതേ കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഫോൺ കൊടുത്തില്ല, TV ഓഫാക്കി, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് കുട്ടികൾ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളുണ്ട്. ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഒരു മനക്കെട്ടിയില്ല കിട്ടുന്ന, അതായത് ഭയങ്കര പിടിവാശിയാണ്. അവർ പിടിക്കുന്നത് കൊണ്ട് പോകുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം മാതാപിതാക്കൾ മക്കളെ ശരിക്കും വളർത്താത്തതിന്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. ഇന്ന് ആ ഒരു കുടുംബത്തിൽ സംഭവിച്ചത് നാളെ നമ്മുടെ നാട്ടിലും സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഫോൺ മാറ്റിവെച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. എന്ത് ചെയ്യാം? മാതാപിതാക്കളുടെ പിടിയിൽ പോലും നിൽക്കത്തില്ല. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരം. ഞാൻ ഈ പറയുന്നത് ആരും കേക്കോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം ഇതിനൊക്കെ കണ്ട് ഞാനിങ്ങനെ എൻ്റെ വിഷമം ഞാനിങ്ങനെ കണ്ടിട്ട് പറയുകയാണ്. ഇതുപോലെ തന്നെ കാണുന്നവർക്കൊക്കെ സങ്കടമുണ്ട്, നെടുവീർപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ നെടുവീർപ്പെടൽ കൊണ്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ശരിയാക്കാനുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ക്ലിയർ ആക്കണം. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന മോനെ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം പിടിച്ചാൽ കിട്ടാത്ത സംഭവങ്ങൾ, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലാത്ത നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്തത് കയറെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഹൈറ്റുള്ള അടുത്തത് ചാടുക, ആത്മഹത്യാ ഭീഷണി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്രയും നാളും പൊന്നും എന്നാ പറയുന്നത് ശർക്കര അടയും കൊടുത്ത് വളർത്തിയ തന്തയും തള്ളേനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കാണിക്കുന്ന ഓരോ പരിപാടി എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നതും നശിപ്പിക്കപ്പെടുന്നതും. നമ്മുടെ നാട്ടിൽ തന്നെ എന്തോരം ഉണ്ട്. ഈ പിള്ളേരുടെ ഒക്കെ ഓരോരോ തോന്നിവാസം ചില സമയങ്ങളിൽ ഓർക്കും, ഇവരുടെ എല്ലാ തോന്നിവാസനും വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണോന്ന്. പണ്ട് കാലങ്ങളിൽ ഒരു ഇതുണ്ടായിരുന്നു, മാതാപിതാക്കൾ മക്കളെ ഒത്തിരി ശ്രദ്ധിക്കുകയും പണ്ട് ഈ പറയുന്ന ആത്മഹത്യയുടെ എണ്ണമൊക്കെ ഭയങ്കര കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലയളവിൽ ചെറിയ പിള്ളേർ പോലും, അതായത് മുട്ടയെന്ന് വിരിയുന്നതിന് മുന്നേ തന്നെ ഇതുപോലെയുള്ള പരിപാടികൾ ഒപ്പിക്കുന്ന മക്കളും ഉണ്ട്. തെറി പറയണമെന്നൊക്കെ വായി വരുന്നുണ്ട്, പക്ഷേ നമുക്ക് പറ്റത്തില്ലല്ലോ. ഓരോരുത്തർ ഓരോന്നും ഒപ്പിക്കുമ്പോൾ ഒരു കുടുംബം, അതായത് ഇവിടെ ഒരു കുടുംബം ഫുള്ള് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അവിടെ നശിക്കുന്ന മാതാപിതാക്കളോ അവരുടെ ആ ഒരു മൈൻഡ് നഷ്ടപ്പെടുകയാണ്. നെടുവേർപ്പെടാൻ കുറെ നാട്ടുകാരും ആശ്വസിപ്പിക്കാൻ കുറെ ആളുകളും ഉണ്ടാവും. ഒരു സമയം കഴിയുമ്പോൾ അവർ പോകും. വീണ്ടും ഇത് അനുഭവിക്കുന്നതാരാ? ഓരോ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഐഫോണിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്. ഗെയിം എന്താ പറയുന്ന, TV ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. ഈ സംഭവം കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ തന്നെ അറിയാം നമ്മുടെ ഈ നാട്ടില് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട സംഭവങ്ങൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്
ഫോൺ ഏറ്റവും കൂടുതൽ ദുരുപയോഗം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ഫോൺ പോലെയുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അതായത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒറ്റയടിക്ക് 3 പേരാണ് മരണപ്പെട്ടത്. ഒരു ചെറുക്കൻ കാരണം, വലിയ പ്രായമൊന്നുമില്ല. അവൻ്റെയൊക്കെ സ്കൂളിൽ മാതാപിതാക്കളുടെയും അതിനകത്ത് ഒരു പരിധിവരെ മാതാപിതാക്കളുടെ കയ്യിലും ഉണ്ട് പ്രശ്നം. അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ശിക്ഷണം സ്കൂളിൽ നിന്നും അവൻ്റെ ചെറിയ പ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ, നമ്മൾക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളെ കൊണ്ട് പറ്റുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കിത് കണ്ടപ്പം ഇത് ഒറ്റയടിക്ക് ആ കാരണവന്മാരെ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു ഐഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകും. അവരെ കൊണ്ട് ഒക്കത്തില്ല എന്ന് കണ്ടുകൊണ്ട് അവരത് അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പയ്യൻ അങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. അതിൻ്റെ കൂടത്തിൽ തന്നെ അവൻ്റെ ഫാദർ പോയതും അമ്മ പോയതുമല്ല. എന്തൊരവസ്ഥയല്ലേ ഇത്! നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ആത്മഹത്യകളുടെയും അതുപോലെ തന്നെ മനക്കെട്ടിയില്ലാത്ത കുറേ കുട്ടികൾ ഒരു രീതിയിലും ഒരു വിഷമം വന്നാലോ ഒരു സങ്കടം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലോ അതിനെ തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊന്നും എന്താ പറയുന്നത്, അതൊക്കെ പോട്ട പുല്ല് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴത്തെ ആളുകൾക്കില്ല, കുട്ടികൾക്കില്ല. ചെറിയ പ്രായത്തിലുള്ള എത്ര എണ്ണം ആത്മഹത്യ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ പ്രണയ നൈരാശ്യവും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയത്തില്ലേ ചില കാര്യങ്ങൾ നേടാൻ പറ്റാതെ കിട്ടാൻ പറ്റാതെ ഇനിയും ഇഷ്ടംപോലെ സമയം മുന്നോട്ട് ജീവിക്കാനുണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഒറ്റയടിക്ക് ജീവിതം തന്നെ നശിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന ഇങ്ങനെയുള്ള കുറെ കുട്ടികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഇത് മാറ്റാം? കുട്ടികളെ ഒരുക്കണമെങ്കിൽ അത് അവരുടെ മനക്കെട്ടി അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ബോൾഡാക്കി കൊണ്ടുവരാൻ അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ അധ്യാപകർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞില്ലേ, മാതാവിൻ്റെയും പിതാവിൻ്റെയും അതിനുശേഷം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവരുടെ കയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഭാവി ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ കുട്ടികൾ അധ്യാപകരുടെ കയ്യിലാണ്. അവര് മര്യാദയ്ക്ക് അതായത് ചൊല്ലിക്കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അറിവ് പകരേണ്ട സമയത്ത് കൃത്യമായിട്ട് അറിവ് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ഒക്കെ ശരിയായെന്ന് വരും. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള ആത്മഹത്യകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവരും. ഇത് ഇന്ന് മഹാരാഷ്ട്രയിലെ സംഭവം കണ്ടുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇത് നാളെ ഏത് കുടുംബത്തിലും സംഭവിക്കാവുന്ന കാര്യമാണ്. സംഭവിക്കാവുന്നല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ഒത്തിരി കുട്ടികളാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാകാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു തലമുറയാണിത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഈ പറയുന്ന ഈ ജെൻസി അതുപോലെ തന്നെ ജെൻസിക്ക് ശേഷം വന്നിരിക്കുന്ന ആ ഒരു കുറെ അവരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ എവിടെയോ ഒരു സ്ഥലത്ത് സഡനായിട്ട് സ്റ്റക്കായി പോകുമ്പോഴത്തേക്കും ഒരു കൂടെ ആരുമില്ലാത്ത ഒരു അവസ്ഥ പോലെ തോന്നിയിട്ട് പിന്നെ പോയി കാണിക്കുന്നത് ഇങ്ങനത്തെ കുരുത്തക്കേടാണ്. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചൊട്ടയിലെ തുടങ്ങണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട അറിവ് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുകയും അവർക്ക് അവരുടെ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പ്രായം കഴിഞ്ഞാൽ പതുക്കെ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയ ശേഷം അല്ലെങ്കിൽ ഒരു പഠിച്ച് മിടുക്കരായിട്ട് ഒരു ജോലിയൊക്കെ വാങ്ങി ശമ്പളമൊക്കെ വാങ്ങിയതിന് ശേഷം പതുക്കെ ഒരു ഫോൺ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്ത് അവരെ മോൾഡ് ചെയ്ത് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ ശിക്ഷിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് ശിക്ഷണവും കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. തല്ലി പഠിപ്പിക്കേണ്ടിടത്ത് തല്ലി തന്നെ പഠിപ്പിക്കണം, അല്ലാതെ പറ്റില്ല. ഇവിടുത്തെ നിയമം തല്ലരുത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, വടിയെടുക്കരുതെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ വടി കൊണ്ട് 2 അടി കൊണ്ട് കഴിഞ്ഞാലേ ഉള്ളൂ. ആ ചൂട് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പേടി കൊണ്ട് ഒന്നെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത് അടിയെ പേടിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചില ശിക്ഷണങ്ങൾ കിട്ടിയാലുള്ളൂ മനക്കെട്ടി ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കാനായിട്ട് ചെറുപ്രായത്തിൽ തന്നെ അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. ചെറിയ പ്രായത്തിൽ നശിക്കുന്ന ജീവിതങ്ങൾ